സലീംകുമാർ പണ്ട് പറഞ്ഞതുപോലെ പടക്കങ്ങൾ മലയാളികൾക്കൊരു വീക്ക്നെസ് ആണ്. അതെ അതെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന പടക്കം ഏതാ? മെയിനായിട്ട് 3 ഐറ്റമാണ്. ഒന്ന് കമ്പത്തിരി, മേശാപ്പൂ, പിന്നെ ചക്രം. വിഷുവിന് എത്ര രൂപയുടെ പടക്കമാണ് മലയാളികൾ പൊട്ടിച്ചടയുന്നത്? നമുക്ക് കണക്കില്ല, ഒരുപാട് പൈസ കൂടുതലായിട്ട് പൊടിച്ച് കളയും. ആ റിസ്ക് ഓർക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അകലത്ത് നിന്ന് കാണുവാൻ ശ്രമിക്കുക ആൾക്കാരെല്ലാവരും. അതാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഒഴിവാക്കുക. ചില സമയങ്ങളൊക്കെ തെറിച്ച് വീഴാനും ഇപ്പോൾ ഷോട്ടുകൾ മോളിൽ പോയിട്ട് ആ ഷോട്ടുകൾ താഴെ വന്ന് പൊട്ടാനും സാധ്യതയുണ്ട്. നമ്മൾ മലയാളികൾ ഏറ്റവും അധികം പടക്കം വാങ്ങിക്കുന്ന ഈ സമയത്ത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പടക്കം വിൽക്കുന്ന ഒരു ചേട്ടനാണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. സലീംകുമാർ പണ്ട് പറഞ്ഞതുപോലെ പടക്കങ്ങൾ മലയാളികൾക്കൊരു വീക്ക്നെസ് ആണ്. അതെ അതെ, തീർച്ചയായും. ശരിക്കും മലയാളികൾ ഏറ്റവും കൂടുതൽ പടക്കം യൂസ് ചെയ്യുന്നത് ദീപാവലിക്കാണോ അതോ വിഷുവിനാണോ? ദീപാവലിക്ക് യൂസ് ചെയ്യും. കൂടുതലും നമുക്ക് വിഷുവിനാണ് പോകുന്നത്. വിഷുവിനാണ് നല്ല സെയിലായിട്ടുള്ളത്. ഓക്കെ, വിഷുവിന് എത്ര രൂപയുടെ പടക്കമാണ് മലയാളികൾ പൊട്ടിച്ചടയുന്നത്? അത് നമുക്ക് കണക്കില്ല, ഒരുപാട് പൈസ കൂടുതലായിട്ട് പൊടിച്ച് കളയും. ഓക്കെ, വിഷുവിനും ദീപാവലിക്കും മാത്രമാണോ മലയാളികൾ പടക്കം പൊട്ടിക്കണം? അല്ല, ഇപ്പോൾ ധാരാളമായിട്ടും ഇപ്പോൾ മുസ്ലിങ്ങളുടെ പെരുന്നാളാവട്ടെ, ക്രിസ്ത്യാനികളുടെ പെരുന്നാളാവട്ടെ, അതിനും ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളിന് അതേ ഈസ്റ്ററിന് എല്ലാ കച്ചവടം തുടങ്ങിയിരിക്കുന്നു. വിഷുവിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു അടുത്ത കച്ചവടത്തിലൂടെ. ഓക്കെ, അതായത് ഇപ്പോൾ എല്ലാ ആഘോഷം വന്നാലും നമ്മൾ പടക്കം പൊട്ടിക്കും. തീർച്ചയായിട്ടും. ഇപ്പോഴും വിഷു, ഈസ്റ്റർ, ദീപാവലി മാത്രമല്ല, ആളുകളുടെ ബർത്ത്ഡേ, അങ്ങനെ കല്യാണം, അതിനൊക്കെ ആൾക്കാർ ഷോട്ടുകൾ ധാരാളം കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, ഷോട്ടാണ് അവർക്ക് താല്പര്യം? അതെ, ഷോട്ടുകൾ, പിന്നെ മേശാപ്പൂ, ഫൗണ്ടൻ, അങ്ങനെ ധാരാളം ഐറ്റങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, ഇലക്ഷൻ സമയത്ത് പടക്കം പൊട്ടിക്കും? പിന്നെ ഇലക്ഷൻ സമയത്തും നമ്മൾ ഒരു കൂടുതലും ഇലക്ഷൻ സമയത്ത് കൂടുതലും ഓലപ്പടക്കങ്ങൾ, ഓലമാല, പിന്നെ ഷോട്ടുകൾ. എത്ര നീളത്തിലുള്ള മാലയാണ് അവർ? അതൊരു 5 മീറ്റർ നീളമൊക്കെ ഉണ്ടാവും. അതിൽ 10 ഗുണ്ടുണ്ടാവും. അങ്ങനെ അവരപ്പോൾ ഒരുമിച്ച് പൊട്ടിക്കുന്ന രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത്. അവർ പറയോ ഇടയ്ക്ക് ഗുണ്ട് നല്ലോണം കയറ്റണം എന്നൊക്കെ പറയോ? ഇല്ല, നമുക്കൊരു കണക്കുണ്ട്, അതിൽ കൂടുതൽ കയറ്റാൻ പറ്റില്ല. അങ്ങനെ 5 മീറ്ററിൽ ഇത്ര ഗുണ്ട് അല്ലെങ്കിൽ തെറിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മാക്സിമം ഒരു 10 ഒക്കെ കിട്ടുള്ളൂ. അതായത് 5 മീറ്ററിൽ 10 ഗുണ്ട് മാക്സിമം. ഇല്ലേ തെറിച്ചു പോകും? തെറിച്ചു പോകുന്നല്ല, നമുക്ക് അത്രേ കൊടുക്കാറുള്ളൂ. നമ്മൾ 5 മീറ്റർ ഓലയുടെ റേറ്റ് എത്രയാണ്? അത് നമ്മൾ ആൾക്കാരുടെ ഇത് നോക്കി കൊടുക്കാറുണ്ട്. മിനിമം 1000 രൂപക്കാണ് കൊടുക്കുന്നത്. പിന്നെ ചിലർ 950 അങ്ങനെ റേഞ്ചിൽ അങ്ങനെ പോകാറുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കടകളുണ്ട്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ ഫെസ്റ്റിവൽ വരുന്ന സമയത്താണ് പടക്ക കടകൾ ആക്റ്റീവ് ആവുക. ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ കട കൊണ്ട് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുക? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബർത്ത്ഡേ ഉണ്ടാവും. പിന്നെ അല്ലാതെ ക്രിസ്ത്യാനികളുടെ ഒരു ആഴ്ചകളിൽ ഒരു കൂട്ട പ്രാർത്ഥന പോലെ അങ്ങനത്തെ അതിനൊക്കെ ആൾക്കാർ ധാരാളമായിട്ടും ഇങ്ങനെ ഓലമാലകൾ, ഷോട്ടുകളൊക്കെ കൊണ്ടുപോകാറുണ്ട്. അത് ചെറിയ എമൗണ്ടിൻ്റെ അല്ലേ കൊണ്ടുപോകുക? പക്ഷേ അത് ധാരാളം പല പല മേഖലയിൽ നിന്ന് ആൾക്കാർ വന്ന് കൊണ്ടുപോകാറുണ്ട്. എന്ന് വെച്ചാൽ വിഷുവിനെ പോലത്തെ സെയിലും ഈസ്റ്റർ പോലെ സെയിലൊന്നുമില്ല, എന്നാലും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയ സെയിലാണ്. നമ്മൾ എവിടുന്ന പടക്കം കൊണ്ടുവരുന്നത്? ശിവകാശിയിൽ നമുക്ക് ഏജൻറ്റുമാരുണ്ട്. പല കമ്പനി, നല്ല ക്വാളിറ്റിയുള്ള കമ്പനികളുള്ള ഏജൻറ്റുമാരുണ്ട്. INS, സോണി വിനായക, വനിത ഫെറോക്സ്, അങ്ങനെ ക്വാളിറ്റിയുള്ള കമ്പനികളായിട്ടുള്ള ഏജൻറ്റുമാർ നമുക്ക് ധാരാളമായിട്ടുണ്ട്. ശിവകാശി പോയി പടക്കം എടുക്കുമ്പോഴുള്ള ഗുണം എന്താ? ശിവകാശിയിൽ ഏകദേശം ഒരു 10,000 കമ്പനികൾ ലീഗലായിട്ടുണ്ട്, അല്ലാതെയും ഉണ്ട്. പക്ഷേ അവിടെ ക്വാളിറ്റിയുള്ള ബ്രാൻഡുകൾ നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ INS എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു 100 ആണ്ട് പഴക്കമുള്ള കമ്പനിയാണ് അവരുടെ. ഒരു 1923 തൊട്ട് അവർ തുടങ്ങുന്ന കമ്പനിയാണ്. അവരുടെ പടക്കങ്ങൾ നമുക്ക് നല്ല ഗുണമേന്മയുണ്ടാവും, സുരക്ഷിതത്വം ഉണ്ടാവും. ഇപ്പോൾ എത്ര വർഷമായി പടക്ക ബിസിനസ്? ഇപ്പോൾ ഒരു 8-9 വർഷം മേലെ ആയിട്ടുണ്ട്. എന്താ പടക്ക ബിസിനസ് തുടങ്ങാൻ കാരണം? അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ കടകളിലും വിഷുമാറ്റ ചന്തകളിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്ത് ഇത് നമുക്ക് തുടങ്ങിയാൽ എന്താണെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ റീറ്റെയിലും ഹോൾസെയിലായിട്ട് തുടങ്ങി. നമ്മൾ ബുക്ക് ചെയ്ത ശിവകാശിന്ന് അവർ പടക്കം ഇവിടെ ഇറക്കി തരും. അവർ പിക്കപ്പ് വാനിൽ നമുക്കത് ശിവകാശിയിൽ GST നമുക്ക് പിക്കപ്പ് വാനിൽ കറക്റ്റായിട്ട് കൊണ്ടുതരും. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം തന്നെയാണ് GST ഉൾപ്പെടെ അടച്ച് നമ്മൾ അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഒരു വിഷു സീസണിൽ നമ്മൾ മലയാളികൾ എത്ര രൂപയുടെ പടക്കം പൊട്ടിക്കുന്നുണ്ടോ? അതൊരു 10-25 ലക്ഷത്തിൻ്റെ ടോട്ടലായിട്ട് നടക്കാറുണ്ട്. വിഷു സമയത്ത് മാത്രം? വിഷു സമയത്ത് മാത്രം. ദീപാവലിക്കോ? ദീപാവലിക്കൊന്നും എത്ര ഉണ്ടാവാറില്ല. ദീപാവലിക്കൊക്കെ കുറവായിരിക്കുള്ളൂ. ഏകദേശം ഒരു 3-4 ലക്ഷം രൂപയൊക്കെ നടക്കാറുണ്ട്. ഈസ്റ്ററിനും പെരുന്നാളിനോ? ഈസ്റ്ററിനും പെരുന്നാളിനും ഈ പറഞ്ഞ ഏകദേശം 1-2-3 ലക്ഷം രൂപയൊക്കെ നടക്കാറുണ്ട്. ഓക്കെ, ഇലക്ഷൻ സമയത്തോ? ഇലക്ഷൻ സമയത്ത് 5 വർഷം കൂടുമ്പോഴല്ലേ, അത് ഈ പറഞ്ഞ കുറവായിരിക്കുള്ളൂ. ഇലക്ഷൻ്റെ കൊട്ടിക്കലാശത്തിനാണോ ഏറ്റവും കൂടുതൽ പടക്കം പൊട്ടുക, അതോ ജയിച്ചു കഴിഞ്ഞിട്ടാകുമ്പോഴാണോ, അതോ സ്ഥാനാർത്ഥി ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത്? അതൊരു 2 സമയത്താണ്. സ്ഥാനാർത്ഥി സമയത്ത് വരുമ്പോഴും കൊട്ടിക്കലാശത്തിനും
അല്ല കൊട്ടിക്കലാശത്തല്ല, ഇലക്ഷൻ വിജയിച്ച് കഴിഞ്ഞിട്ടും നമുക്ക് ധാരാളം ഇത് വരാറുണ്ട്. ഓക്കെ. നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട് പടക്കങ്ങൾ ഒരുപാടാവുന്ന സമയത്ത് വായുമലിനീകരണം ഉണ്ടാവും, ശബ്ദമലിനീകരണം ഉണ്ടാവുന്നു. ഇതൊക്കെ കുറക്കുന്ന പടക്കങ്ങളുണ്ടോ? ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു INS ബ്രാൻഡ്, അതുപോലെ സോണി വിനായക, വനിത, ഇവരുടെയൊക്കെ നമ്മളെ പുക കുറഞ്ഞതും എന്നാൽ ക്വാളിറ്റി കൂടിയതും നല്ല ഫങ്ഷൻ, അതായത് നല്ല കളർ മൾട്ടി കളർ ഫങ്ഷനോട് കൂടിയ സംഭവങ്ങളായതുകൊണ്ട് അധികം മലിനീകരണങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇപ്പോൾ ചൈനീസ് പടക്കമൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഭയങ്കര ഈ ചൈനീസ് പടക്കം എന്ന് പറയുന്നത് നമ്മളെല്ലാം ശിവകാശിയാണ്, ഓൾ ഇന്ത്യ ശിവകാശിയാണ്. ശിവകാശി എന്നാണ് ഓൾ ഇന്ത്യ 90% ഇന്ത്യയിലേക്ക് പോകുന്നത്. ഇപ്പം IPL പോലത്തെ സംഭവങ്ങളിലൊക്കെ 90% ശിവകാശി എന്നാണ്. 10% മാത്രമേ ഉള്ളൂ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്നത് തന്നെ. ഈ ചൈനീസ് പടക്കം ചൈനയിൽ നിന്നാണ് വരുന്നത്? ഇല്ല, ചൈനീസ് പടക്കം എന്നൊക്കെ പറയുന്നത് ഒരു നമ്മുടെ ഓൾ ഇന്ത്യ ഓൾ ശിവകാശി തന്നെയാണ് വരുന്നത്. പറയുമ്പോൾ അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ശിവകാശിയുടെ ഏറ്റവും വില കുറഞ്ഞ പടക്കം ഏതാ? ഈ കമ്പത്തിരിക്കൊക്കെ നിസ്സാര പൈസ ഉള്ളു അവിടുന്ന്. കമ്പത്തിരി പറഞ്ഞ പിന്നെ ഒരു കിറ്റ്കാറ്റ്, പിന്നെ ചറപറ എന്നൊക്കെ പറഞ്ഞ പാക്കറ്റിനൊക്കെ നിസ്സാര പൈസയേ ഉള്ളൂ. നമുക്ക് ഈ പറഞ്ഞ 20-30 രൂപ അല്ലെങ്കിൽ ആ റേഞ്ചിലൊക്കെ നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ അത് എത്ര രൂപ വെക്കുന്നത്? അതൊരു 40 രൂപ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന പടക്കം ഏതാ? ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് മെയിനായിട്ട് 3 ഐറ്റമാണ്. ഒന്ന് കമ്പത്തിരി, പിന്നെ നമ്മുടെ ഈ മേശാപ്പൂ എന്ന് പറഞ്ഞാൽ പുഷ്വാണെന്നൊക്കെ പറയൂലേ, ഓക്കെ, പിന്നെ ചക്രം, ഓക്കെ, പിന്നെ അത് അതാണ് 3 ഐറ്റമാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫൗണ്ടൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരാൾ വ്യക്തി കടയിൽ വരുമ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ അതിനിപ്പോൾ ഇങ്ങനെ ഈ ഇതിൽ കത്തും, ഇത്ര ഹൈറ്റിൽ വരും, ഇത്ര ഫൗണ്ടൻസ് കളർ ഉണ്ടാവും എന്ന്. പിന്നെ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ കമ്പനികളുടെ വീഡിയോസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാലും മതി, അത് നമ്മൾ കാണിച്ചു കൊടുത്ത് അവിടെ പറഞ്ഞ് മനസ്സിലാക്കും. ഈ റോക്കറ്റ് ഇല്ലേ, റോക്കറ്റും കൊണ്ടൊന്നും ആൾക്കാർ വാങ്ങിക്കുന്നില്ലേ? പിന്നെ റോക്കറ്റ് കൊണ്ടുകളൊക്കെ അപൂർവം പോകും, അതൊക്കെ കുറവായിരിക്കും. കൂടുതൽ കമ്പത്തിരി, മേശാപ്പൂ, ചക്രം പിള്ളേർക്കുള്ള ഐറ്റംസാണ് കൂടുതലും. റോക്കറ്റും ഗുണ്ടുകളൊക്കെ നമുക്ക് ധാരാളമായിട്ട് പോകാറുണ്ട്. ഒരു വിഷുക്കാലം വന്നു കഴിഞ്ഞാൽ ഏകദേശം അല്ലെങ്കിൽ ഒരു സീസണിൽ എത്ര കമ്പിത്തിരി പോകും? ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ ഒരു 10,000-2,500-3,000 ബോക്സുകളൊക്കെ ഒരു ബോക്സുകളൊക്കെ പോകും ഒരു സീസണിൽ മാത്രം. അത് പല കമ്പത്തിരി എന്ന് പറയുമ്പം 7 സെൻറ്റിമീറ്റർ മുതൽ നമുക്ക് 75 സെൻറ്റിമീറ്റർ നീളം വരെയുള്ള കമ്പത്തിരികളുണ്ട്. ഓക്കെ. അപ്പോൾ അത് പല ഇതായിട്ടാണ് പോകുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ പടക്കം വായിക്കുന്ന സമയത്ത് തീപ്പെട്ടി ഫ്രീ ആയിട്ട് വരും, ചില സ്ഥലങ്ങളിൽ കമ്പിത്തിരി ഫ്രീ ആയിട്ട് വരും. നമ്മളും അങ്ങനെ കസ്റ്റമർക്ക് അങ്ങനെ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഓക്കെ. ചെറിയൊരു ഗിഫ്റ്റുകൾ, ഇപ്പം 1,500 രൂപ ഒരു ഗിഫ്റ്റ്, 2,000 രൂപ ഒരു ഗിഫ്റ്റ്, അപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ കസ്റ്റമറെ പിന്നെ പക്കയായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ. ശിവകാശി നമുക്ക് വല്ല ഗിഫ്റ്റും കിട്ടുമോ? നമുക്കങ്ങനെ ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട്. ഇപ്പോൾ ബണ്ടലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് അവരെ കീ ചെയിൻ അല്ലെങ്കിൽ ചെറിയ ബാഗുകൾ, ഓക്കെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ്, പിന്നെ കവറുകൾ ഉണ്ടാവും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ. ഒരു ഇലക്ഷൻ സമയത്ത് എത്ര ഓലപ്പടക്കം അല്ലെങ്കിൽ എത്ര മാല പോകാറുണ്ട്? അത് കണക്കുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 100 മാലകളൊക്കെ പോകും നമുക്ക്. ഓക്കെ. ഈ ഉത്സവങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ടോ? ഉത്സവങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഉത്സവങ്ങൾക്ക് മേലിൽ പോയി പൊട്ടുന്ന ഷോട്ടുകൾ അത് ധാരാളമായി കൊടുക്കാറുണ്ട്. പല കളർ പൊട്ടുന്ന ഷോട്ടുകൾ, വലിയ കുടയിട്ട് പൊട്ടുന്ന ഷോട്ടുകൾ, അങ്ങനെ പല രീതിയിലുള്ള ഷോട്ടുകളുണ്ട്. ഓക്കെ. നമ്മൾ ഉത്സവ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പെരുന്നാളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് മുകളിൽ പോയിട്ട് കുട ഇങ്ങനെ വീഴുന്നത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം അതിന് എത്ര രൂപ വരുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞത് പല കമ്പനിയുടെ പല റേറ്റുകളാണ് ഉള്ളത്. എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ പറയുന്നത് നമ്മൾ കൂടി അത്യാവശ്യം ബ്രാൻഡുള്ള ടൈപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ INS എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം 4,500 5 രൂപ റേഞ്ച് വരും. 240 ഷോട്ട് എന്ന് പറയുമ്പം 240 കുട പോലെ വരും. ഓക്കെ. അപ്പോൾ 5 രൂപയൊക്കെ അടുത്ത് വരും. പിന്നെ ഈ 5,000 രൂപ വരും. അതുപോലെ തന്നെ 2,500-3,000 രൂപ ഷോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ക്വാളിറ്റി കുറയും, എന്ന് വെച്ചാൽ അത്ര വിരിച്ചിൽ കുറവായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ക്ലാരിറ്റി, അതായത് കളറുകൾ കുറവായിരിക്കുള്ളൂ. പിന്നെ മുകളിൽ പോയി നമുക്ക് ക്രാക്ലിംഗ് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. ഇത് ചില കമ്പനികളിൽ പൊട്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വിരിയും ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല, ക്രാക്ലിംഗ് ശബ്ദങ്ങളൊന്നും ഉണ്ടാവും. ഇതിപ്പോൾ കൂടിയ കമ്പനികൾക്ക് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാവും. ഈ ഉത്സവത്തിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബേജാറാക്കുന്ന ഒരു കാര്യമുണ്ട്. ആകാശത്ത് പോയി പൊട്ടുന്ന സമയത്ത് ആദ്യത്തെ ഒരു 4-5 കാണാൻ ഭയങ്കര രസമായിരിക്കും, പിന്നെ മൊത്തം പുകയായിരിക്കും, അതിൽ കുറേ എണ്ണം വിരിയുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അത് വലിയ വലിയ വെടിക്കെട്ടുകളിലൊക്കെ അങ്ങനെ ആയിരിക്കുള്ളൂ. ഇപ്പോൾ തൃശ്ശൂർ പൂരം, ഇപ്പോൾ കാവശ്ശേരി പൂരം, അങ്ങനെയൊക്കെ ഉള്ള വെടിക്കെട്ടിലൊക്കെ അവർ ഇത്ര ബൾക്കായിട്ട് പൊട്ടിക്കുന്നല്ലേ. ഭംഗി എപ്പോഴും ഒന്നൊന്നായി പൊട്ടിക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് അറിയപ്പെടുന്നത്. ഇപ്പോൾ സ്റ്റീഫൻ അല്ലെങ്കിൽ ദേശമംഗല സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ, വെടിക്കെട്ടിൻ്റെ ആൾക്കാർ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ കാണാറുണ്ട്, അറിയോ? ഇല്ല, അറിയാം, അങ്ങനെ തിരിച്ച് കണ്ട് പരിചയങ്ങളൊന്നുമില്ല. നമ്മൾ കുറേ കാലമായിട്ട് പടക്കം പൊട്ടിക്കുമ്പോഴുള്ള പറയുന്നൊരു കാര്യം, റിസ്ക് കുറച്ച് കൂടുതലാണ്. ആ റിസ്ക് കുറക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
റിസ്ക് കുറയ്ക്കാൻ പൊട്ടിക്കുമ്പോഴുള്ള റിസ്ക്കാണോ? അത് കൂടുതലും അകലത്ത് നിന്ന് കാണുവാൻ ശ്രമിക്കുക ആൾക്കാരെല്ലാവരും. അതാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഒഴിവാക്കുക. അല്ലാതെ അടുത്ത് പോയി നിന്നിട്ട് നമ്മൾ തെറിച്ച് വീഴാനൊക്കെ ചില സമയങ്ങളിലട്ടാ, എല്ലായ്പ്പോഴും അല്ല, ചില സമയങ്ങളിലൊക്കെ തെറിച്ച് വീഴാനും ഇപ്പോൾ ഷോട്ടുകൾ മുകളിൽ പോയിട്ട് ആ ഷോട്ടുകൾ താഴെ വന്ന് പൊട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതലും കുറച്ച് അകലം പ്രാപിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മൾ സ്വന്തം പൊട്ടിക്കുമ്പോഴോ? എപ്പോഴും നമ്മളല്ല, സേഫ്റ്റി എപ്പോഴും എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ നമ്മളും സേഫ്റ്റി നോക്കാറുണ്ട് പരമാവധി. ഓക്കെ, ഈ പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് പൊട്ടിക്കുന്ന ഒരു സാധനമുണ്ട്, പറങ്കി വെടി, ബീഡിപ്പടക്കം, മറ്റേ അതിനെന്താ നിങ്ങൾ പറയുന്നതറിയില്ല, ആ ചോന്നതിൻ്റെ മുകളിലൊരു ഈർക്കിലിപ്പടക്കം ചുവന്ന അത് ഉണ്ട്. അതിപ്പോഴും ഉണ്ടോ? അതുണ്ട്. പിന്നെ ശിവകാശിയിൽ ഇപ്പോഴും ഈർക്കിലിപ്പടക്കവും ഒരു റോളായിട്ട് വരുന്നുണ്ട്. 1000 വാല, നമ്മൾ 1000 വാല ഇങ്ങനെ റോള് പോലെ കിടക്കും. പിന്നെ 1000 വാല, 2000 വാല, 3000, 10000 വാല, 15000 വാല വരെ ഉണ്ട് കൂടിയ കമ്പനിയുടെ. അപ്പോൾ നമ്മൾ ഇതിനെക്കാട്ടും കൂടുതലുണ്ടാവും. 1000 ഈ പറഞ്ഞ ഓലപ്പടക്കത്തിനും നീളം കൂടുതലുണ്ടാവും 15000 വാല എന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെ അതും വാങ്ങിച്ച ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. നമ്മൾ തമിഴ് സിനിമയിൽ നായകൻ റോഡ്, അത് നമ്മുടെ അടുത്ത് ആൾക്കാർ വാങ്ങിക്കാറുണ്ട്. നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ആൾക്കാർക്ക് ഇത്രയും ക്രേസ് ആണോ പടക്കം പൊട്ടിക്കാൻ? ആ സീസണിലാണ്. വിഷു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പടക്കൂലാണ്ട് പറ്റൂല എല്ലാവർക്കും. ചില ആൾക്കാർ ഇത് തീർന്നിട്ട് വീണ്ടും വന്നിട്ട് വാങ്ങിച്ചു. പിന്നെ തീർച്ചയായിട്ടും. ആണോ? എത്ര രൂപയുടെയൊക്കെ വാങ്ങിക്കും? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്തായാലും 1000 രൂപ മേലിൽ ആരും മേടിക്കാറില്ല, കുറഞ്ഞ് മേടിക്കാറില്ല. അപ്പോൾ ഈ തീർന്നിട്ട് വീണ്ടും വാങ്ങിക്കാൻ വരുന്നതുകൊണ്ട് പറയോ ഇത് പൊട്ടിച്ച് കളയുന്ന കാശല്ലേ, എന്തിനാണെന്ന് ചോദിക്കുമോ? അതിനൊന്നും നമ്മൾ ചോദിക്കില്ല, നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ വീണ്ടും എടുത്ത് കൊടുക്കാറുള്ളൂ. ഈ സീസൺ വന്നു കഴിഞ്ഞാൽ എത്ര പേരെ കടയിൽ അഡീഷണൽ ആഡാക്കും? നമ്മളൊരു 8-9 പേരെയൊക്കെ അഡീഷണൽ ചെയ്യും. എന്താ വെച്ചാൽ അത്രയ്ക്ക് തിരക്കായിരിക്കുള്ളൂ. ബില്ലടിക്കാൻ തന്നെ ഒരു 3-4 പേരൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ കസ്റ്റമറെ വേഗം തന്നെ അവർക്ക് നിന്ന് ഇതാക്കരുത്, നമ്മൾ വേഗം തന്നെ അവരെ പറഞ്ഞു വിടാൻ നോക്കണം. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ദിവസം ഏതാ? വിഷുവിൻ്റെ തലേദിവസം, അതായത് 15 വർഷം വിഷു 15-ാം തീയതി ആണെങ്കിൽ 14-ാം തീയതി ആയിക്കോളും ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. അന്ന് രാത്രി എത്ര മണി വരെ തുറന്നിട്ടും? അന്ന് രാത്രി ഒരു 2 മണി 1 മണി വരെയൊക്കെ ഉണ്ടാവും. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ വിഷുവിന് എത്ര രൂപയുടെ പടക്കം പൊട്ടിക്കും? നമുക്ക് സത്യം പറഞ്ഞാൽ പൊട്ടിക്കാൻ സമയം കിട്ടാറില്ല. എന്നാലും വീട്ടിലൊക്കെ കുറച്ച് രീതിയിൽ പൊട്ടിക്കുള്ളൂ, സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ, വെൽക്കം.